മാജിക്കിൻ്റെ അടുത്ത ഒരു ദിവസത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പല പല കാര്യങ്ങൾ ചെയ്യാൻ സമയമില്ല എന്നിട്ടുള്ള പരാതികളായിരിക്കും പലരെയും സംബന്ധിച്ചിട്ട്. നമ്മൾക്ക് കുറേയധികം നമ്മുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമുക്ക് അതിന് വേണ്ടിയിട്ട് മെനക്കെടാൻ വയ്യ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ അതിന് വേണ്ടിയിട്ടൊന്നും നമുക്ക് ചെയ്യാൻ വയ്യ. പിന്നെ അല്ലെങ്കിൽ ചിലരാണെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒന്ന് കൃത്യമായിട്ടൊന്നും ഷെഡ്യൂളാക്കാൻ പറ്റത്തില്ല എങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്ന്, അതായത് അൺറിസോൾവ്ഡ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് ഓട്ടോമാറ്റിക്കലി ശരിയാക്കി എടുക്കാവുന്നതാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് എഴുതി വെക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെറിയ രീതിയിൽ, ചിലപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യുന്നതായിരിക്കും ഇഷ്ടമല്ലാത്തത്, അല്ലെങ്കിൽ പഠിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്കൊരു സെൽഫ് കെയറിന് വേണ്ടിയിട്ട് ടൈം കിട്ടുന്നില്ല, അല്ലെങ്കിൽ മെഡിറ്റേഷന് ടൈം കിട്ടുന്നില്ല, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു 3 കാര്യങ്ങൾ പ്രധാനമായിട്ടുള്ളത് ലിസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നിങ്ങളത് വിഷ്വലൈസ് ചെയ്യുക. ആ കാര്യങ്ങൾ ഓരോന്നായിട്ടും നല്ല പൂർവാധികം ഭംഗിയോടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നതായിട്ട് ഓരോന്നിനും 1 മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഫീൽ ഉൾക്കൊണ്ട് അത് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യണം മനസ്സിൽ. അപ്പം അതിന് ശേഷം എന്ത് ചെയ്യാവുന്നതാണ്, പ്രപഞ്ചശക്തിക്ക് നന്ദി പറയാവുന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യം അങ്ങനെ എടുക്കുക. മൂന്നാമത്തെ കാര്യത്തിനും ഇങ്ങനെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അത് വിഷ്വലൈസ് ചെയ്ത് അതിനുശേഷം അത് കിട്ടിയത് അല്ലെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പ്രപഞ്ചശക്തിക്ക് നന്ദി എന്നുള്ള രീതിയിൽ പറയാവുന്നതാണ്. ഇതാണ് നമുക്ക് മാന്ത്രിക പട്ടിക എന്നിട്ടാണ് ഇതിന് പറയുന്നത്. അങ്ങനെ ഒരു നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ കാര്യങ്ങൾ നമ്മൾ നടന്നതായിട്ട് പ്ലാൻ ചെയ്യുക. തലേദിവസം രാത്രിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഇത് ബെറ്റർ. ഇത് നമ്മുടെ ബ്രെയിനെ കുറച്ചുകൂടെ ആക്ടിവേറ്റ് ചെയ്യും. അതായത് തലേദിവസം രാത്രിയിൽ ഉറങ്ങുന്നതിനൊക്കെ മുമ്പ് നമ്മൾ നാളെ എന്തൊക്കെ ചെയ്യണം, എന്നിട്ട് എല്ലാ ദിവസവും ഈ ഒരു ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ മെൻ്റലി നമ്മൾ ആ ഒരു ഇമേജ് കൊടുത്തു കഴിയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഫിസിക്കലി ആ ഒരു സംഭവം ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. ഇപ്പോൾ ഈവൻ നമ്മൾക്ക് മനസ്സില്ലെങ്കിൽ പോലും ഈവൻ നമ്മൾക്ക് അതിനെ പറ്റിയിട്ടൊരു മടിയൊക്കെ മാറാൻ ഏറ്റവും നല്ല ഒരു പ്രോസസ്സാണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുകൂടെ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.